മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ. 1986 മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് കമൽ സ്വതന്ത്ര സംവിധായകനായത്. 35 വർഷത്തെ സിനിമാ കരിയറിൽ 50ഓളം ചിത്രങ്ങൾ കമൽ സംവിധാനം ചെയ്തു. കമലിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ചിത്രമാണ് സ്വപ്നക്കൂട്. അന്നത്തെ പ്രധാന യുവതാരങ്ങളായ പൃഥ്വിരാജും ജയസൂര്യയും കുഞ്ചാക്കോ ബോബനുമായിരുന്നു ചിത്രത്തിലെ നായകന്മാർ. സ്വപ്നക്കൂടിന്റെ ചിത്രീകരണ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് കമൽ. കൗമുദി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കമൽ ഇക്കാര്യം പറഞ്ഞത്. പോണ്ടിച്ചേരിയിലായിരുന്നു സ്വപ്നക്കൂടിന്റെ ഷൂട്ട് നടന്നത്. അതിനു മുമ്പ് മലയാള സിനിമ അങ്ങനെ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി പോണ്ടിച്ചേരിയിലെത്തി ഷൂട്ട് തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്നും അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞു ഫോൺ വന്നു. പിന്നീട് അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞു. 1 മാസത്തേക്ക് ഷൂട്ടിന് ബ്രേക്ക് നൽകി ഞാൻ നാട്ടിൽ പോയി. 1 മാസം കഴിഞ്ഞ് വീണ്ടും ഷൂട്ട് തുടങ്ങിയപ്പോൾ കുഞ്ചാക്കോ ബോബന് ചിക്കൻ ബോക്സ് പിടിച്ചു. 3 പേരും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളാണ് എടുക്കേണ്ടത്. അതെടുക്കാൻ പറ്റാത്ത കാരണം വീണ്ടും ബ്രേക്ക് പറഞ്ഞു. ചാക്കോച്ചന്റെ ഹെൽത്ത് ഓക്കെ ആയി വീണ്ടും ഷൂട്ട് തുടങ്ങിയപ്പോൾ ജയസൂര്യക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. 3ാമതും ബ്രേക്ക് പറഞ്ഞു. പിന്നെ ഷൂട്ട് തുടങ്ങിയപ്പോൾ പൃഥ്വിക്ക് ടെൻഷനായി. ഇനിയും ചിക്കൻ ബോക്സ് പിടിക്കാൻ രാജു മാത്രമേ ബാക്കിയുള്ളൂ. ആ സിനിമയിൽ പിന്നീട് അങ്ങോട്ട് ടെൻഷൻ അടിച്ചാണ് പൃഥ്വി അഭിനയിച്ചത്. എന്തോ ഭാഗ്യത്തിന് പിന്നീട് ഷൂട്ട് തീരുന്നത് വരെ സെറ്റിലെ ആർക്കും ചിക്കൻ ബോക്സ് വന്നില്ല, കമൽ പറഞ്ഞു.